ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഇപ്രകാരം ബൈബിൾ സ്റ്റഡി ആയിട്ട് നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിപ്പാനും നമ്മളെ തന്നെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാനും ദൈവം തന്ന ഒരവസരത്തിനൂടെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർച്ചയായിട്ട് കൂട്ടായ്മയിൽ കടന്നു വരുന്ന പലരും ഈ ദിവസങ്ങളിൽ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരുടെ ഡ്യൂട്ടി ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ടൈമിങ്ങിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചിലർ നാട്ടിലോട്ടൊക്കെ യാത്രയായി, അതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഇതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയതുകൊണ്ട് അത് അവർ കേൾക്കുമെന്ന് വിചാരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് തുടങ്ങിയത്. ആ വാക്യം ഞാൻ ഒരു പ്രാവശ്യം വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഒരു ഉറപ്പുള്ള ബോധ്യമാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. ഈ വാക്യത്തെ ഒന്ന് വിഭജിച്ച് വിശകലനം ചെയ്തു വരികയാണല്ലോ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗവും മലയാളം ട്രാൻസ്ലേഷനിൽ അതിൻ്റെ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗവുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഈ ഒരു വാക്യം, ഈ ഒരു ക്ലോസ് ആണ് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. നമ്മുടെ വചനപുസ്തകത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മളെയും കൂടെ ചേർത്ത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുകയാണ്. ഞാൻ ആ വാക്യത്തെ അല്പം കൂടെ നമുക്ക് മനസ്സിലാകേണ്ടതിനായിട്ടാണ് സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. വചനപുസ്തകത്തിൻ്റെ അടിസ്ഥാനം, വചനപുസ്തകം പ്രത്യേകിച്ച് റോമ ലേഖനം, പുതിയ നിയമ പുസ്തകങ്ങൾ ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ ഈ ഭാഗത്തെ നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞതുപോലെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. ഒന്ന്, ദൈവം പ്രവർത്തിക്കുന്നു. രണ്ട്, സകലത്തിലും പ്രവർത്തിക്കുന്നു. മൂന്ന്, നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ദൈവം സകലത്തിലും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇതിലെ ആദ്യത്തെ രണ്ട് കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ രണ്ട് ഇല്ലുസ്ട്രേഷൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു പഴയ നിയമ പുസ്തകത്തിൽ നിന്ന്. ഒന്ന്, യോസേഫിന്റെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചുകൊണ്ട്. രണ്ട്, യോബിന്റെ പുസ്തകത്തിൽ നിന്ന് യോബിന്റെ ആ ഇല്ലുസ്ട്രേഷനും നമ്മൾ കണ്ടു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചാണ് അവസാനിപ്പിച്ചത്. 21-ാം വാക്യത്തിൽ താൻ പറയുകയാ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. തൻ്റെ ഒരു ബോധ്യമായി യോബിൻ്റെ, എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാ, ഇപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടതും ദൈവമാണ് എടുത്തത്, ഇതെടുത്തതും സർവശക്തനായ ദൈവമാണ്. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, ഒരു ദുഷ്ടപിശാചോ ഒരു വരുത്തുപോക്കോ ഒരു കൈവശമോ ഒന്നുമല്ല, യഹോവയായ ദൈവമാണ്. എന്തിനെക്കുറിച്ചാ യോബ് യഹോവ എടുത്തു എന്ന് പറയുന്നത്? മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ, മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ പിശാച് ചെയ്തു എന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ, പിശാചാണ് ചെയ്തത്, അല്ലെങ്കിൽ പിശാച് മനുഷ്യനെ ഉപയോഗിച്ച് ചെയ്തു എന്ന് തോന്നുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഭക്തനായ
യോബ് ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ട്, ദൈവത്തിന്റെ പരമാധികാരത്തെ കണ്ട്, ദൈവത്തിന്റെ സർവാധികാരത്തെ കണ്ട്, ഞാൻ കഴിഞ്ഞ കാഴ്ചയിൽ പറഞ്ഞിരുന്നു, കഴുത്തേൽ തുടല് കിടക്കുമ്പോൾ അതിന്മേൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടിട്ട് പറയുകയാ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയരെ, ഗാഡ് ഈസ് സുപ്രീം. ഗാഡ് വർക്ക്സ്. പിശാചല്ല പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാ നമ്മുടെ അപ്പച്ചൻ പറയാതെ അവനൊന്നനങ്ങാൻ പറ്റില്ല. സർവാധികാരിയായ പരമാധികാരിയായ നമ്മുടെ കർത്താവ് പറയാതെ ഒരു ചെറുവിരൽ അനക്കുവാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, തൊടല് കർത്താവിന്റെ കയ്യിലാ. കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വന്നവർക്ക് ആ ഇല്ലുസ്ട്രേഷൻ ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ എളുപ്പമാണ്. ഗാഡ് ഈസ് സുപ്രീം. എൻ്റെ പ്രിയരെ, ഇത് നമ്മുടെ ഉള്ളങ്ങളിൽ ഒന്ന് ശരിക്കും ഒന്ന് രജിസ്റ്റേർഡ് ആവണം കേട്ടോ. എന്തെങ്കിലും പറ്റുമ്പോഴേ ഓടി ദൈവമേ. പണ്ടൊരു അമ്മച്ചി പറഞ്ഞത്, പണ്ടൊരു എന്ത് പറ്റിയാലും പിശാചിന കിടക്കപ്രതി ഇല്ലാത്ത, എന്ത് പറ്റിയാലും എല്ലായിടത്തും പിശാചിൻ്റെ അല്ലേ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അവളോട്, തന്റെ ഭാര്യയോട് പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. യോബ് ഭാര്യയെ പൊട്ടി എന്നൊന്നും വിളിക്കുന്നില്ല. പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു എന്നാ പറയുന്നത്. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വാക്യം? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് തിന്മയും കൈക്കൊള്ളരുതോ. എത്ര കൃത്യമായ പ്ലേസിംഗ്. ആ യോബിന്റെ ബോധ്യം നോക്കിക്കേ. ഈ ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ കണ്ണൊന്ന് അടച്ചിട്ട് ആ സ്വർഗം ഒന്ന് മനസ്സിലൊന്ന് ഭാവന ചെയ്തേ. സ്വർഗത്തില് സിംഹാസനത്തിൽ പരമാധികാരിയായ സർവാധികാരിയായ സർവത്തിൻ്റെയും ഉടയവനായ ധന്യനായ ഏകാധിപതിയായ ദൈവം വിരാജിച്ചിരിക്കുന്നു. ദൂതഗണങ്ങൾ ചുറ്റിനും നിൽക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ദൂതഗണങ്ങൾ നിൽക്കുന്നു. അവരുടെ ഇടയ്ക്ക് പിശാചും വന്ന് നിൽക്കുക. 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ സ്വർഗത്തിൽ ദൈവവും ദൂതന്മാരും പിശാചും യോബിന്റെ റെസ്പോൺസ് എന്താകുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴാ യോബ് പറയുന്ന, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ യോബ് എന്ത് റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കുക. അപ്പോൾ യോബ് പറയുന്നത്, നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളാമെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ. ഇത് കേട്ടപ്പോ ദൂതന്മാർ മുഴങ്കാലിൽ വീണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യോബിന്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സ്തുതിച്ചു കാണും, ഇല്ലേ? ഹല്ലേലൂയ. പിശാച് തല കുനിച്ചു നിന്ന് കാണും. കാരണം പിശാചിന് തെളിയിക്കണമായിരുന്നു ഇയ്യോബിന്റെ ഉള്ളിൽ ദൈവത്തോട് സ്നേഹമില്ല.
ബ്രദറെ, ഇത് ഇയ്യോബിന്റെ ഒരു തെറ്റായ തിയോളജി വല്ലതുമാണോ? ഇനിയിപ്പോ വല്ലോ സ്റ്റോക്ക് സിൻഡ്രം വല്ലോം ഇയ്യോബിനെ കയറി പിടിച്ചിട്ട് ഇയ്യോബ് പുലമ്പിയത് വല്ലതുമാണോ? എന്താണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ, ഇയ്യോബിന്റെ പുസ്തകം എഴുതിയ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 42 അധ്യായം ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 42 അധ്യായം 11 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ സകല സഹോദരന്മാരും, ജോബ് ചാപ്റ്റർ 42:11, അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ആര് വരുത്തിയെന്ന ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നേ? യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ഇതൊക്കെ ഈ വചനത്തിൽ നിന്ന് എവിഡൻസസ് ആയിട്ട് എടുത്ത് കാണിച്ച് പറയുന്നത് കാരണം നമുക്ക് ആ ഒരു ബോധ്യം ഉള്ളിലേക്ക് വരണം. യഹോവ അവന്റെ മേൽ വരുത്തിയ, എന്നെ കേൾക്കുന്ന എൻ്റെ ക്രിസ്തുവേശുവിൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ദൈവം ആരാന്നാ വിചാരിക്കുന്നേ? സർവാധികാരിയായി, പരമാധികാരിയായി, സർവശക്തനായി വിരാജിച്ചരുളുന്ന തമ്പുരാന്റെ മക്കളെന്ന ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇത്ര ഉറപ്പോടെ പറയുന്നത്, ഞാൻ അറിയുന്നു, നമ്മയും കൂടെ ചേർത്ത് നാം അറിയുന്നു, സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, നാം അറിയുന്നു. നാം അറിയണം പ്രിയരെ, സകലത്തിലും ദൈവമാ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ല അപ്പോസ്തലൻ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ആർക്ക് ഞങ്ങളെ വേർതിരിപ്പിക്കാൻ സാധിക്കും? ഈ യോബിന്റെ പുസ്തകത്തിലുണ്ടല്ലോ, യോബിന്റെ വൈഫും യോബിന്റെ സുഹൃത്തുക്കളും ഫ്രണ്ട്സ് ഒക്കെ, even while they grapple with one thing, they are sure. യോബിനോട് പല കാര്യങ്ങളിലും അതിനെ കുറിച്ച് മല്ലു പിടിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒരു കാര്യം അവർക്ക് ഷുവർ ആയിരുന്നു, ദൈവത്തിന്റെ പരമാധികാരം. എൻ്റെ പ്രിയ, എനിക്ക് തോന്നുന്നു ഇന്ന് ഈവൻ ക്രിസ്തീയ കൊള്ളം മുഴുവൻ, പക്ഷെ ഞാൻ ഈവൻ പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഡൗട്ടാ. നമ്മുടെ കർത്താവിന്റെ പരമാധികാരം. കാരണം ഈ ഒരു വചനം ജീവനായിട്ടുള്ളിലോട്ട് കയറണം കേട്ടോ. ഇതെന്റെ ഞാൻ എൻ്റെ പേഴ്സണൽ, എൻ്റെ ലൈഫിൽ ഇത് ജീവനായിട്ട് ഒരുപാട് പ്രാവശ്യം ഇതെന്നോട് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ടുള്ളതാ. പല പല ക്വസ്റ്റ്യൻ്റെയും പല കൺഫ്യൂഷൻ്റെയും പലപ്പോഴും ആംബിഗ്വിറ്റി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ വചനം എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇത് ജീവനായിട്ട് കയറണം. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ മകനല്ലേ? ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനല്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറിവോടാ, എന്തു തന്നെയായാലും. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഴയ നിയമത്തിലെ 2 കാര്യങ്ങൾ മാത്രമേ, 2 ഇല്ലസ്ട്രേഷൻ ഞാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് കാൽവരി കുരിശ് മഹത്വത്തിന്റെ ഗ്ലോറിയുടെ അടയാളമാണ്. പക്ഷെ അന്ന് 2026 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും വലിയ തിന്മയായിട്ടാണ് കാൽവരിയെ അല്ലെങ്കിൽ കുരിശിനെ കണ്ടിരുന്നത്. ക്രൂശ് മരണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ തിന്മയായിട്ട്, ദ വേഴ്സ്റ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു പണിഷ്മെന്റ് ആർക്ക് കൊടുക്കാമോ അതാണ് ക്രൂശ് മരണം.
എന്നാല് അപ്പസ്തോല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 27 and 28, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയരെ, ഇത് കാൽവരി പിതാവായ ദൈവത്തിന്റെ ആലോചനയായിരുന്നു. കാൽവരി നിന്റെ ആലോചനയും നിന്റെ മുൻ നിയമനവുമായിരുന്നു. ചെയ്തതാരാ പ്രിയരെ? പന്തിയോസ് പിലാത്തോസും പരീശ പ്രമാണികളും ജനങ്ങളും ഒക്കെ കൂടെ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിൻ്റെയും പിറകിൽ ദൈവത്തിന്റെ രൂപകൽപ്പനയാ. നമ്മുടെ കർത്താവിന്റെ രൂപകൽപ്പനയാ പ്രിയരെ. അവിടെ നിന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സകലത്തിലും ദൈവമാ പ്രവർത്തിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ, പൗലോസ് അപ്പസ്തോലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷം കേൾക്കാൻ ഇടവന്നത് എനിക്ക് രോഗം പിടിച്ചതുകൊണ്ടാണ്. ഗലാത്യ ലേഖനം, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചപ്പോ വചനം എടുത്ത് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കൃത്യത വരിക. ഞാൻ എൻ്റെ കൈ നീട്ട് പറയുന്നല്ല. 4:13, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അതിന്റെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അപ്പസ്തോലൻ പറയുന്നുണ്ട്, അല്ലെ? 14, എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. ഹല്ലേലൂയ. ഈ വില്യം റാംസേ എന്ന് പറയുന്ന ഒരു കർത്തൃഭക്തൻ എഴുതിയ സെന്റ് പോൾ ദ ട്രാവലർ, ഗൂഗിൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് സെന്റ് പോൾ ദ ട്രാവലർ. അതിനകത്ത് പോളിൻ്റെ പല ട്രാവൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ സഭയിലെ പ്ലാന്റിങ്ങിനെ കുറിച്ചും റോമാ സഭയിലെ പ്ലാന്റിങ്ങിനെ കുറിച്ചൊക്കെ ആ ഭാഗത്ത് വില്യം റാംസേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ആ പുസ്തകത്തില് നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തികളിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ പോളിന് ഒരു കാര്യം വ്യക്തമായിരുന്നു പ്രിയരെ. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിന് ഒരു കാര്യം വ്യക്തമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും വെറുതെ ഹാഫ് ഹസാർഡായിട്ട് വെറുതെ അങ്ങ് വന്ന് ചേരുന്നതല്ല, മറിച്ച് സകലവും ദൈവത്തിൻ്റെ രൂപകൽപ്പനയ്ക്കുള്ളിനകത്താണ്. തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും വെറുതെ ഓരോന്നോരോന്നായിട്ട് വന്നു ചേരുന്നതല്ല. കാരണം താൻ ഗലാത്യയിൽ പ്രസംഗിക്കാൻ പോകുന്നത് എങ്ങനെ, ഏത് കാരണം കൊണ്ട് ഗലാത്യയിൽ ചെന്നു, ആദ്യം പോയില്ല പിന്നെ തിരിച്ചു വന്ന്, ആ ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അപ്പസ്തോലൻ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പുണ്ടായിരുന്നത്. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയരെ, എൻ്റെ ജീവിതത്തിലും എനിക്കിതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഉള്ളത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒന്നും വെറുതെ വന്നു ചേർന്നതല്ല, സകലത്തിൻ്റെ പിറകിലും ദൈവത്തിൻ്റെ കൃപയുടെ കരുണയുടെ കൈകളാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം പ്രിയരെ. ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഇതിൻ്റെ പിറകിൽ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ സങ്കീർത്തന പുസ്തകം 139 നിൽക്കുന്ന പറയാം. 139 സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങറിയുന്നു. സങ്കീർത്തനകാരൻ പറയുക, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങറിയുന്നു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. സങ്കീർത്തന, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിത പങ്കാളിയും ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ട്. എനിക്കിതേ ഒരേ ഒരു കാര്യമാണ് എൻ്റെ ജീവിത പങ്കാളിയോടും പറയാനുള്ളത്. ഹല്ലേലൂയ. ഇത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സംഭവിക്കുന്നതിലും ദൈവത്തിൻ്റെ പ്ലാനാ. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ കടന്നുപോയ എല്ലാ സങ്കീർണതകളും എല്ലാ കാഷ്ടതകളും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. അത് നമ്മെ തകർക്കാനല്ല, അത് നമ്മെ പണിയാനാ, നിത്യതയ്ക്ക് വേണ്ടി പണിയാനാ. ഹല്ലേലൂയ. മുട്ടം വർഗീസ് അപ്പച്ചൻ പാടിയ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തൻ്റെ സങ്കടത്തോടെ കിടക്കുന്ന തൻ്റെ പ്രിയതമയെ നോക്കിയിട്ട് പാടുക, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ കൺമണി പോലെ കാത്തിടും, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തും പൊൻകരത്താൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 22-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശരീരം മുഴുവനും പൗലോസിനെയും ശീലാസിനെയും തല്ലി തകർത്ത് തച്ചൊടച്ച് രണ്ടുപേരെയും ആമത്തിലിട്ടു. അങ്ങനെ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ അവർ എന്തു ചെയ്തെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന, ശരീരം തല്ലി തകർത്ത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ വണ്ണം അവരെ തല്ലി തകർത്ത് അവരെ ആമത്തിലിട്ടിരിക്കുകയാണ്. 25-ാം വാക്യം ഞാൻ വായിക്കാവേ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. ദിസ് ഈസ് ദ തിയോളജി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. നന്മ കൈക്കൊള്ളാമെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ? കാരണം നാം പഠിക്കാൻ പോവാ, ഇത് നന്മയ്ക്കായിട്ടാ.
ആത്യന്തികമായി നന്മയ്ക്കായിട്ടാണ്. എന്റെ പ്രിയരെ, ഈ ബോധ്യം ഇന്ന് നമ്മളെ ഭരിക്കണം പ്രിയരെ. അല്ലാതെ ഇന്ന് കേൾക്കുന്ന ഈ പ്രോസ്പെരിറ്റി, 1 വച്ചാ 10, 10 വച്ചാ 1000, ഈ മുച്ചിട്ട് കളിക്കാരുടെ പ്രോസ്പെരിറ്റി തിയറി അല്ല വചനം പഠിപ്പിക്കുന്നത്. പൗലോസും ശീലാസും അടികൊണ്ട് ആമത്തി കിടക്കുമ്പോ അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു എന്ന്. കാരണം നല്ല ബോധ്യമാ. പൗലോസ് പറയുന്നു, സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. God works in all things. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരാവുന്ന ഒരു സംശയം കൂടി അഡ്രസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ദൈവം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ പിന്നീട് നേരെയാക്കുന്നതല്ല. അതല്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു, ഇനി അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം എന്ന രീതിയിൽ നേരെയാക്കുന്നതല്ല. മറിച്ച് God designs it so. ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു. അപ്പോ ബ്രദറെ, എല്ലാ കാര്യവും ദൈവം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ബ്രദറെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലുണ്ട്. എല്ലാം ദൈവം നേരത്തെ ഡിസൈൻ പ്രോഗ്രാം ചെയ്ത്, പിന്നെ മനുഷ്യൻ ഇതിനകത്തൊരു കൺട്രോളും ഇല്ലല്ലോ. ഇങ്ങനെയൊരു ചിന്ത നമുക്ക് ഉള്ളിൽ വരാം. എല്ലാം ദൈവം നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക, പിന്നെ നമുക്ക് മനുഷ്യനകത്തൊരു കൺട്രോളും ഇല്ലല്ലോ, ദൈവം എങ്ങനെയല്ലേ സംഭവിക്കും. ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും ഇങ്ങനെയല്ലേ ഒരു ആ കാര്യം. എൻ്റെ വാക്കുകൾക്കും എൻ്റെ എക്സ്പ്ലനേഷനും പരിമിതിയുണ്ട്, അത് മനസ്സിലാക്കണം. കാരണം ഈ വചനം ഈ ദൈവത്തെ ഒരു നിത്യത കൊണ്ട് പോലും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എൻ്റെ പ്രിയരെ. ഒരു നിത്യത കൊണ്ട് പോലും പറ്റത്തില്ല. അപ്പോ എൻ്റെ ആ അറിവില്ലായ്മയും നിങ്ങൾ മനസ്സിലാക്കി, എൻ്റെ എളിയ വാക്കുകളുടെ പരിമിതിയും നിങ്ങൾ മനസ്സിലാക്കി വേണം ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. നാം യോബിന്റെ ജീവിതത്തിൽ കണ്ടതാണല്ലോ. ആദ്യം പിശാച് ദൈവസന്നിധി ചെല്ലുമ്പോ പറയുന്നു, ഇവൻ ഭക്തനായിട്ടിരിക്കുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടി നീ അവനെ കാക്കുന്നത് കൊണ്ടാ. യഹോവ പറഞ്ഞു, ഓക്കെ, നീ അവന്റെ വേലി അനങ്ങെടുത്ത് മാറ്റുക. ബട്ട് വൺ തിങ്, അവനെ തൊടാൻ പാടില്ല. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമതും പിശാച് ദൈവസന്നിധിയിൽ വരുന്നു. അപ്പോൾ പിശാച് പറയുന്ന വേറൊരു ആർഗ്യുമെന്റ്, അവന്റെ ശരീരത്തെ തൊട്ടാൽ അറിയാം അവന്റെ ശരീര സ്വഭാവം. ദൈവം പറഞ്ഞു, ഓക്കെ, നീ തൊട്ടോ, ബട്ട് നോട്ട് അവന്റെ പ്രാണനെ മാത്രം തുടരുത്. ഞാനിത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു ആശ്വാസം എന്നാന്നറിയോ? ഗാഡ് കൺട്രോൾസ്. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പ്രിയരെ? ദൈവം ആ കൺട്രോൾ ചെയ്യുന്നത്. ദസ് ഫാർ നോട്ട് ഫർദർ. അത്രയും പോകാൻ നിനക്ക്, അതിനപ്പുറത്തോട്ട് പോകരുത്. ഹല്ലേലൂയ. അപ്പോ സർവാധികാരിയായ ദൈവം അനുവദിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു പരിധി വരെ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നു. സർവാധികാരിയായ ദൈവം അനുവദിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു മറുവശമുണ്ട് പ്രിയരെ. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു, സകലത്തിലും ദൈവം അനുവദിക്കുന്നു.
എന്നാൽ ആ സമയം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെയും കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം പരമാധികാരിയ, എന്നാൽ സർവാധികാരിയായിരിക്കുന്ന ദൈവം സകലത്തിലും പ്രവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ പ്രവർത്തികൾക്ക് അവനെ ഉത്തരവാദിയായി ദൈവം കണക്കാക്കുന്നു. പ്രിയരെ, മറന്നുപോകരുത്. സർവാധികാരി ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ അവന്റെ പ്രവർത്തികൾക്ക് ഉത്തരവാദിയായി ദൈവം കണക്കാക്കുന്നു. ഹല്ലേലൂയ. ഞാനിത് ഒരു ചെറിയ ഉദാഹരണത്തിന്റെ സഹായത്തോടെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇത് കൂടുതൽ നമ്മൾ അടുത്തു വരുന്ന ആഴ്ചകളിൽ ആ 29-30 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമായിട്ടിത് തെളിഞ്ഞു വരും. ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്നും ഒരെണ്ണം പുതിയ നിയമത്തിൽ നിന്നും എടുത്ത് അതൊന്ന് വ്യക്തമാക്കാൻ, എൻ്റെ ഈ എളിയ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുവാൻ ഞാൻ ശ്രമിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണേ. 2 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം. പഴയ നിയമത്തിൽ നിന്നൊരു 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവം പരമാധികാരിയായിരിക്കുന്നു. അപ്പോൾ തന്നെ ബൈബിള് വേദപുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അവനെ ദൈവം ഉത്തരവാദിയാക്കിയിരിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം. അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് ഓടിപ്പോയി ഗത്തീം കുന്നില് ചരിവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ 5 മുതലുള്ള വാക്യം, ബഹൂരീമിലെത്തിയപ്പോൾ അങ്ങനെ ബഹൂരീമിലെത്തിയപ്പോൾ ഗേരയുടെ മകനായ ശിമയി എന്നവൻ ബെന്യാമീനുണ്ട്. അവന് ഈ രാജാവിനെ ശപിച്ചു കൊണ്ടുവരുന്നുണ്ട്. ശിമയി ശപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ 7-ാം വാക്യം, രക്തപാതക, നീച്ച, പോ പോ എന്നിങ്ങനെ ദാവീദ് രാജാവിനെ ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് ദാവീദിന്റെ ദാവീദിന്റെ കൂടെ നിന്ന ഭടൻ, ഞാൻ പേര് അബിഷായി. അപ്പോൾ സെരയുടെ മകനായ അബിഷായി, അതിന്റെ 9-ാം വാക്യം നോക്കിക്ക്. അപ്പോൾ സെരയുടെ മകനായ അബിഷായി രാജാവിനോട്, ഈ ചത്ത നായെ എന്റെ യജമാനെ രാജാവിനെ ശപിക്കുന്നതെന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന്. അപ്പോൾ അതിന് ദാവീദ് രാജാവ് മറുപടി പറയുന്നത് 10-ാമത്തെ വാക്യം. അതിന് രാജാവ്, സെരയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കും? ദാവീദ് രാജാവിന്റെ ആ ഒരു വെളിപ്പാട് കണ്ടോ? അന്ന് നമുക്ക് പുതിയ നിയമ കാലത്ത് ഇന്ന് ആ വെളിപ്പാടിന്റെ ഒരു ഫുൾ വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഭാഗമായിട്ടേ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. ദാവീദിനെ ദൈവം തൻ്റെ പുസ്തകത്തില് ഒരു പുസ്തകം എഴുതാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ശരിയാ. പക്ഷേ
ദാവീദിന് അന്നുണ്ടായിരുന്ന വെളിപ്പാട് നമുക്കുള്ള വെളിപ്പാട്, നമുക്കിന്ന് പൂർണ്ണമായ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട് പ്രിയരെ. അന്ന് ഭാഗികമായ വെളിപ്പാടേ ദാവീദിനുണ്ടായിരുന്നുള്ളൂ. ആ ഭാഗികമായ വെളിപ്പാടിൽ പോലും ദാവീദിന് ഒരു കാര്യം അറിയാമായിരുന്നു, സകലത്തിലും യഹോവയാ പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുക, യഹോവ അവനോട് ദാവീദിനെ ശപിക്ക എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാരാ ചെയ്തത്? ശിമയി എന്ന് പറയുന്ന ആ വ്യക്തിയെ ചെയ്തത്. പക്ഷെ ദാവീദ് പറയും, ഇത് അവനല്ല, യഹോവ അവനോട് കൽപ്പിച്ചിട്ടുണ്ട് ദാവീദിനെ ശപിക്ക എന്ന്. ദൈവത്തിന്റെ പരമാധികാരം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 1 Kings chapter 2 verse 8-9, ഇവിടെ ദാവീദ് രാജാവ് അവസാന നിമിഷങ്ങളിൽ ശലോമോന് ചാർജസ് ഒക്കെ ഏൽപ്പിക്കുന്ന സമയം, പല ചാർജസും താൻ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ 8-ാം വാക്യം, പിന്നെ ബഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ശിമയി എന്നൊരുവനുണ്ടല്ലോ, ഞാൻ മഹനീയമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റു വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നിട്ട് അതിന്റെ 36-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ വേഗം മനസ്സിലാവും. 36-46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ ശിമയി ദാവീദിനെ ശപിച്ചപ്പോൾ ദാവീദ് പറയുക, യഹോവ അവനോട് ദാവീദിനെ ശപിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ പരമാധികാരത്തെ ദാവീദ് കാണുകയാണ്. എന്നാൽ ഇതേ അധ്യായം 36-46 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ശലോമോനോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യഹോവ അവനോട് കൽപ്പിച്ചു എന്നാണല്ലോ ആദ്യം പറഞ്ഞു ദാവീദ്. പക്ഷെ ഈ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് ശലോമോനോട് പറയുക, ഹോൾഡ് ഹിം റെസ്പോൺസിബിൾ. അത് നിങ്ങൾ ആ ഭാഗങ്ങൾ നമുക്കിപ്പോൾ എടുത്ത് വായിക്കുവാനായിട്ട് സമയമില്ല. ആ ഭാഗം നിങ്ങളൊന്ന് വീട്ടിൽ പോയി വായിക്കണം. 1 Kings chapter 2 verse 36-46. ഓക്കെ, അവിടെ അവൻ ചെയ്ത കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആക്കി ദാവീദ് ശലോമോനെ പറഞ്ഞേൽപ്പിക്കുക. അതെന്താണ് എന്ന് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ ദാവീദ് വ്യക്തിപരമായ ഒരു പകതീർക്കലല്ല, ഒരു ദൈവീകമായ ശിക്ഷണ നടപടിയാണ്. കാരണം യഹോവയുടെ അഭിഷിക്തനെ ശപിക്കരുത്, ജനത്തിന്റെ നായകനെ ശപിക്കരുത് എന്ന് പ്രമാണമുണ്ട്. അവൻ ചെയ്തതിന്, ശിമയി ചെയ്തതിന്, ശിമയി പറഞ്ഞതിന് അവനെ ഉത്തരവാദിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അത് ആ ഭാഗം, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ശിമയിയെ ശലോമോൻ വെട്ടിക്കളയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാ? അവനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് ഒരു ഉത്തരവാദിത്വം അവന് കൊടുത്തിരുന്നു. നീ യോർദാൻ തോട് കടന്നു പോകരുത് അപ്പുറത്തേക്ക്. പക്ഷെ ഒരു സാഹചര്യത്തിൽ ശിമയി ആ യോർദാൻ തോട് കടന്ന് അപ്പുറത്ത് പോകുന്നു. അവന് കൊടുത്തിരുന്ന ഉത്തരവാദിത്വത്തെ അവൻ ബ്രേക്ക് ചെയ്തു, അവനെ കൊന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മനുഷ്യനെ ഉത്തരവാദിയായി ദൈവം കണക്കിടുന്നു. ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും, ഇത് രണ്ടും ബാലൻസ്ഡാ പ്രിയരെ. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവം പ്രീ പ്രോഗ്രാംഡ് ആക്കി വെച്ചിരിക്കുകയല്ല.
എനിക്കറിയാം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് സാധ്യതയില്ല. ഞാൻ വളരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും കൂടെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിലെ 44-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും. 4-ാം അധ്യായം 6-ാം അധ്യായം അതിന്റെ 44. നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇത്രേ ഉള്ളൂ പറഞ്ഞൊരു ഉദ്ദേശം. ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. പിതാവിന്റെ പരമാധികാരത്തിന്റെ കീഴിലിരിക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ, ദൈവമകനാകണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, അപ്പൊ പിന്നെ ബ്രദറെ ഞാൻ എന്നാ ചെയ്യാനാ, പിതാവിനെ ആകർഷിച്ചില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ, എന്നെ പിതാവ് ആകർഷിച്ചില്ല, എനിക്ക് പിന്നെ ഞാൻ പിന്നെ എങ്ങനെ ദൈവമകനാകുന്നേ? ഈ വാക്യത്തെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് മറ്റൊരു വാക്യം കൊണ്ടാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം 40-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 5:40 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. 5:40, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്തുകൊണ്ടാ മനുഷ്യൻ രക്ഷ പ്രാപിക്കാത്തത്? ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ മനുഷ്യന് മനസ്സില്ല. രണ്ടും ശരിയല്ലേ? ഒന്ന്, പിതാവ് ആകർഷിക്കാതെ തന്റെ അടുക്കിലേക്ക് വരുവാൻ മനുഷ്യന് കഴിയത്തില്ല. അതേ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുക, പിതാവിന്റെ അടുക്കിലേക്ക് വരുവാൻ മനുഷ്യന് മനസ്സില്ല. രണ്ടും ശരിയാ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് പഠിക്കണം. ദൈവത്തിന്റെ വചനം എപ്പോഴും ബാലൻസ്, ഒന്നിന്റെയും നമ്മൾ എക്സ്ട്രീമിലോട്ട് പോകരുത്. ദൈവം സർവാധികാരി ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ അവന്റെ പ്രവർത്തികൾക്ക് ഉത്തരവാദിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. Divine, look at God's divine sovereignty and man's responsibility. ഇത്രയും എക്സ്പ്ലനേഷൻ മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ ഈ ഭാഗത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത വന്നേക്കാം. എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് വേറെ മറ്റ് ബോധ്യം തുടർന്ന് എന്തെങ്കിലും മനസ്സിലാകാനോ ഡൗട്ടോ എന്തെങ്കിലും ആംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയാവുന്ന നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പോ നമുക്കിത് മുൻപോട്ട് പോകാം. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. സകലത്തിലും, ആ വാക്യത്തില് 3-ാമത്തെ കാര്യം, സകലത്തിലും ദൈവം എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? 28-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലത്തിലും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ദൈവം എല്ലാറ്റിലും പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നമ്മൾ ആ 3-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങി വെക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച അത് കംപ്ലീറ്റ് ചെയ്യാം. ഓൾറെഡി ടൈം ഓവറാകാൻ പോകുന്നുള്ളൂ. ദൈവം എപ്പോഴും നന്മയ്ക്കായിട്ടാ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സവിശേഷത തന്നെ ദൈവം നല്ലവനാ, അല്ലേ? ദൈവം നല്ലവനാ. നല്ലവനാകുന്ന ദൈവം നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, ഈ നന്മ എന്താ? അവിടെയാ നമുക്ക് തെറ്റിയിരിക്കുന്ന പാളിച്ച. എന്താ ഈ നന്മ? എന്റെ പ്രിയരെ, ദൈവം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. Why
Does God it so? We don't know. ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നേ? പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നല്ലവനാവുന്ന ദൈവം തിന്മയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യം പോലും ആത്യന്തികമായ നന്മ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ടാണ് ചെയ്യുന്ന. ഈ ഒരു കാര്യം അറിയാം. ഇതാ പോൾ പറയുന്ന, ഞാൻ അറിയുന്നു. എനിക്കൊരു ശരീര അസ്വാസ്ഥ്യം മൂലം ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു ദേശത്ത് വചനം പ്രസംഗിക്കാനായിട്ട് ഒരുക്കി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ശരീരത്തിന്റെ അസ്വാസ്ഥ്യം മൂലം അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു സാധാരണ നമ്മൾ ചിന്തിക്കുന്ന, ഓ പിശാച് തടഞ്ഞു, എന്തോ പ്രശ്നം പറ്റി, എന്തോ ഇതാ. പക്ഷെ പോള് പറയനോ, അങ്ങനെ വന്നതുകൊണ്ടാ എനിക്ക് ഗലാത്യയിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രസംഗിക്കാൻ വഴി തുറന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, നമുക്ക് തിന്മയെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ദൈവം ആത്യന്തികമായ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ബ്രദറെ, എന്താ ഈ നന്മ? അതാ എൻ്റെ 29-30 വാക്യങ്ങളിൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നെ ദൈവം മുന്നറിഞ്ഞു, എന്നെ ദൈവം മുൻ നിയമിച്ചു. ഇതൊക്കെ നമ്മൾ വ്യക്തമാക്കി പഠിക്കും കേട്ടോ. തുടർന്ന് വരുന്ന എന്താണ് മുൻ നിയമനം, എന്താണ് മുൻ അറിവ്, ഇതൊക്കെ നമ്മൾ അടുത്ത് വരുന്ന ദൈവം അനുവദിച്ച് ദൈവത്തിന്റെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആയുസ്സും ആരോഗ്യമുണ്ട്, നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എന്തിനാ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്? എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാ എന്നെ ദൈവമകനാക്കിയത്? എന്തിനാ എന്നെ വേർപെട്ട സഭയിലേക്ക് ചേർത്ത് നിർത്തിയത്? എന്തിനാ എന്നെ ഒരുക്കുന്നത്? ഹല്ലേലൂയ. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ഹല്ലേലൂയ, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്ന് വച്ചാൽ, our final salvation in view, God permits, God designs many things in our life, brothers. നമുക്കിപ്പോ അതൊരു സങ്കടവും ബുദ്ധിമുട്ടായിട്ടൊക്കെ ആയിട്ട് തോന്നാം. ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ ഞാനും ലിനുവും തമ്മിൽ പലപ്പോഴും എപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ. അപ്പോഴേക്കും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പല 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 കഷ്ടതകളിലൂടെ ഞാൻ കടന്നുപോയി ഖത്തറിലായിരുന്നപ്പോൾ. പക്ഷെ അതിന് നടുവിലും ഞാൻ ലിനോട് പറഞ്ഞ, ദൈവത്തിന് ഇതിന് നടുവിലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ. ഏറിയാൽ 70 അല്ലെ 80 വർഷം ഇവിടെ, അതിനുശേഷം ഒരു നിത്യത മുഴുവനും. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ അറിയാവുന്ന ഒരു വ്യക്തി മരിച്ചു പോയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, ചാൻസ് തീർന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത കൂരിരുട്ടും പിശാചും ചെകുത്താമാരും ടേബിൾസും പിശാചിന്റെ അനുചരന്മാരൊക്കെ ഉള്ളതിൻ്റെ അടക്കി കിടക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കിക്കുക. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. വചനം എങ്ങനെയാ അറിയിക്കുന്ന? നമുക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വലിയ കർത്തമുണ്ട്. ഇവിടുന്ന് ആർക്കും അങ്ങോട്ടോ അവിടുന്ന് ആർക്കും ഇങ്ങോട്ടോ പറയാൻ പറ്റില്ല. അവിടെ എത്തി നാം പെടരുത് ഒരിക്കലും. ദൈവത്തിന്റെ the crown of his creation, man is the crown of his creation. തന്റെ ക്രൗൺ ക്രിയേഷനിൽ ഒരുവൻ പോലും നിത്യനരകത്തിലേക്ക് പോകരുത്. ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുണ്ടല്ലോ കാരണം
ഈ വരാനിരിക്കുന്ന ഈ നന്മ, വരാനിരിക്കുന്ന ഈ സന്തോഷം, വരാനിരിക്കുന്ന ഈ അനുഗ്രഹം, ഇതിന്റെ ചെറിയ ഗ്ലിംസസ് ഈ പിശാചിന് അറിയാം. അതുകൊണ്ടാ പിശാച് എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചെടുക്കാൻ നോക്കുന്നത്. പക്ഷേ കാരണം ഇവർക്കിത് ലഭിക്കാൻ പോകുന്നത് തനിക്ക് ലഭിച്ചില്ല, തനിക്ക് അറിയാം ഇത് എങ്ങനെയാ അവിടെയെന്ന്. അപ്പോ ഈ മനുഷ്യൻ അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ബോധ്യം പിശാചിനുണ്ട്. എങ്ങനെയും പോകരുന്ന പിശാചിന്റെ ആഗ്രഹം. നമുക്ക് ഈ ബോധ്യമില്ല. വചനം വ്യക്തമാക്കുക, ദൈവദാസന്മാരോട് സംസാരിക്കുക, നമുക്കൊരുക്കുന്ന ആ നന്മ. അല്ലാതെ ഈ ഭൂമിയിലുള്ള മണ്ണോ മണ്ണാങ്കട്ടെ അല്ല. അതൊന്നും അല്ല നന്മ. എത്ര ധനവും എത്ര സ്വത്തും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ ഇട്ടേച്ചല്ലേ നമ്മൾ പോകുന്നേ. ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ ഒരു ഒരു ഇല്ലുസ്ട്രേഷൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് ഈ നന്മ? യിരെമ്യാവിന്റെ പ്രവചനം 29 അധ്യായം, അത് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രവചനം 29 അധ്യായം, ആ ഭാഗത്ത് ഈ പ്രവാസികളായി പോയ ബാബേലിലോട്ട്, ഇന്നത്തെ ഇറാഖില് ബാബിലോൺ, അങ്ങോട്ടേക്ക് പ്രവാസികളായി പോയ ഇസ്രായേൽ ജനത്തിന് യിരെമ്യാ പ്രവാചകൻ എഴുതുന്ന ഒരു എഴുത്തിന്റെ ഭാഗമാണ് നമ്മൾ ആ 29 അധ്യായത്തിൽ കാണുന്നത്. അവിടെ അതിൻ്റെ 11 വാക്യം ഞാനൊന്ന് വായിക്കാം. 29:11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ. നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ ബാബിലോണില് പ്രവാസത്തിൽ പോയി പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആലയമില്ല, ഒന്നുമില്ലാതെ വലയുക. അവർക്ക് എഴുതുന്ന എഴുത്തില് പ്രവാചകൻ പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ടാ, തിന്മയ്ക്കായിട്ടല്ല. ഇതെല്ലാം ഇത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് പ്രവാചകൻ ബാബിലോണിലിരിക്കുന്ന പ്രവാസികൾക്ക് എഴുതുന്നത്. എന്താ ഇവിടുത്തെ നന്മ? അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് കാനാനിൽ കൊണ്ടുവരുമ്പോൾ മുതൽ, അന്ന് മുതൽ, മോശയുടെ കാലത്ത് നമുക്കത് കാണുവാൻ സാധിക്കും, ഈ ഇസ്രായേലിൻ്റെ ഒരു വലിയ പാപമായിരുന്നു വിഗ്രഹാരാധന, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുക. ഒന്നാമത്തെ പ്രമാണം എന്താ? ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റൊരു ദൈവം, മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഇത് തുടർച്ചയായിട്ട് ദൈവം പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയൊക്കെ പറഞ്ഞിട്ട് ഇവര് വീണ്ടും തെറ്റിച്ചു. ഇവര് വിഗ്രഹാരാധനയുടെ ഒരു കൾമിനേഷനിലേക്ക് അങ്ങ് വരുമ്പോൾ ദൈവം ഒരു ന്യായാധിപനെ ഉയർത്തും. എന്നിട്ടൊരു റിനോവേഷനൊക്കെ വരും. പിന്നെ ഒരു 10-35 വർഷത്തേക്ക് പിന്നെ കുഴപ്പം, പിന്നെ ഇവര് വിഗ്രഹാരാധനയിലേക്കും. അപ്പൊ വേറൊരു ന്യായാധിപൻ, ഒരു ജഡ്ജസിനെ ഉയർത്തും, ഒരു പ്രവാചകനെ ഉയർത്തും. പിന്നെ അവിടെ ഒരു റിനോവേഷനൊക്കെ ഉണ്ടാവും. വീണ്ടും പഴയപടിയിലോട്ട് ഇവർ തിരിച്ചു പോകും. ഇത് കുറെ കഴിഞ്ഞപ്പോ, ഇങ്ങനെ കുറെ അങ്ങ് ആയപ്പോ ദൈവം ഒരു പരിപാടി ചെയ്തു. ഹല്ലേലൂയ. വിഗ്രഹാരാധന എന്ന ഇവരുടെ പാപത്തെ ഒരു പ്രവാചകനോ ഒരു ന്യായാധിപനോ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം അവസാനം ഒരു കാര്യം ചെയ്യുക, വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ബാബിലോണിലേക്ക് ഇവരെ പ്രവാസികളായിട്ടുണ്ട്. നോക്കണേ, നമ്മൾ ഇവിടെ ആ ദൈവത്തിന്റെ ആ ഡിസൈനിങ് മനസ്സിലാക്കണ്ടേ, നന്മയ്ക്കായിട്ടാണ് മനസ്സിലാക്കണ്ടേ. വിഗ്രഹാരാധനയാ ഇവരുടെ പ്രശ്നം. ദൈവത്തെ അല്ലാതെ മറ്റു വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഇവരുടെ പ്രശ്നം. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഇവരെ എങ്ങോട്ട് അയച്ചു?
വിഗ്രഹാരാധനയാൽ നിറഞ്ഞിരിക്കുന്ന, വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ബാബിലോണിലോട്ട് ദൈവം അയച്ചു. എൻ്റെ പ്രിയരെ, 70 വർഷത്തെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനം മടങ്ങി വന്നിട്ട് ഇന്ന് 2026 ഇന്ന് വരെ ഇസ്രായേൽ യൂതൻ വിഗ്രഹാരാധന ചെയ്തിട്ടില്ല. They don't make any idols. They don't worship any idols. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എത്രയേ ഉള്ളൂ? സകലവും ദൈവം നന്മയ്ക്കായിട്ടാ ചെയ്യുന്നത്. നമുക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എന്നെ ആ സാഹചര്യത്തിലേക്കൊന്ന് കടത്തി വിടരുതേ. ചിലപ്പം ആ സാഹചര്യത്തിലേക്ക് നമ്മെ കടത്തി വിട്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ സാഹചര്യത്തെ ജയിച്ച്, എന്നിലെ കുറവ് അവിടെയാണെങ്കിൽ അതിനെ ജയിച്ച് പൊന്നുപോലെ പുറത്തു വരാൻ സാധിക്കുള്ളൂ. എൻ്റെ പ്രിയരെ, ദൈവം അങ്ങനെയാ ചെയ്യുന്നത്. ദൈവം സകലവും നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നാം മനസ്സിലാക്കണം. ഈ വചനത്താൽ നമ്മളെ ദൈവം ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. എന്താ നന്മയെന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് വരുന്ന ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. ഹാലേലൂയ. വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു കാര്യം പറയാനുള്ളത്, നമുക്ക്